നമസ്കാരം. നമസ്കാരം. അച്ഛാ, ഈ ആംബുലൻസ് ഒക്കെ ഓടിക്കുന്നത് എന്തുകൊണ്ടാ അച്ഛാ? ഓടിക്കുകയാണെങ്കിൽ ആംബുലൻസ് ഓടിക്കണം. എന്നാന്നറിയോ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോയി. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഷ്യൻറ്റിനെ എടുക്കാനാണ് പോകുന്നത്. ഈ ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ICU ഉണ്ട് ആംബുലൻസാണ്. അപ്പോൾ ഇതിനകത്തൊരു നേഴ്സ് വേണം. അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്. 3 ഓക്സിജൻ സിലിണ്ടറുണ്ട്. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഈ വണ്ടിയിലുണ്ട്. ബൈപ്പാപ്പുണ്ട്, CPAP എല്ലാ വെന്റിലേറ്റർ, എല്ലാ സംവിധാനങ്ങളും. അതോ AC ആണ്. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എനിക്ക് മറ്റുള്ള വണ്ടികൾ ഓടിക്കുന്നതിനേക്കാളും ഇഷ്ടം ആംബുലൻസ് ഓടിക്കുന്നത്. കാരണം എന്നാണെന്നറിയോ, നമ്മൾ പോകുന്ന ഒരു മരണത്തോട് മല്ലടിക്കുന്ന ഒരു ജീവനെ രക്ഷിക്കാനുള്ള മരണപ്പാച്ചിലാണ്. മനസ്സിലായി? കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോകേണ്ട വന്നു. എനിക്ക് തൃശ്ശൂർ കഴിഞ്ഞ് പോകേണ്ട വന്നു. പക്ഷെ എനിക്ക് ഒരുപാട് സങ്കടങ്ങൾ തോന്നി. എന്നാണെന്നറിയോ, ഈ ആംബുലൻസിൻ്റെ മുമ്പിൽ കിടന്ന് കുട്ട കളിക്കുന്ന ഒരുപാട് കാറുകളും മറ്റ് വാഹനങ്ങളും ഉണ്ട്. അതായത് ആംബുലൻസ് സൈഡ് തരത്തില്ല. സൈഡ് തരാതെ പോകുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കേണ്ട പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഒന്നും മൂത്രം ഒഴിക്കാൻ പറ്റില്ല, ഒരു കുപ്പി വെള്ളം മേടിക്കാൻ സാവകാശം കിട്ടില്ല ചില സാഹചര്യത്തിൽ. ആംബുലൻസ് ഡ്രൈവർമാർക്ക്, ഞാനിപ്പോൾ ഇത് ഓടിക്കുമല്ലേ, ആംബുലൻസ് ഡ്രൈവർമാർക്ക് ഒരു കുപ്പി വെള്ളം മേടിക്കാനുള്ള സാഹചര്യം കിട്ടത്തില്ല. ഒന്ന് മൂത്രം ഒഴിക്കാൻ ആവശ്യപ്പെട്ടാൽ നമുക്ക് പറ്റുകയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് കിടക്കുന്ന ഒരാളുടെ ജീവൻ ഓർത്താൽ, അതിനെക്കുറിച്ച് ഓർമ്മ വന്നു കഴിഞ്ഞാൽ, അവർ ശ്വാസം വലിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സങ്കടമാണ്. ഈ ആംബുലൻസ് ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ഓടിക്കുന്നത്. നമ്മുടെ ജീവന് പോലും വില കൽപ്പിക്കാതാണ് നമ്മൾ ഈ ആംബുലൻസ് ഓടിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എത്രയും വേഗത്ത് ഈ പറയപ്പെടുന്ന ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. മനസ്സിലായി? ഇത് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ ലോകരോട് മുഴുവൻ പറയാം, ബൈക്കിൽ പോകുന്ന പിള്ളേരോടും കാറിൽ പോകുന്നവരോടും അല്ലെ KSRTC ഡ്രൈവർമാരോടും മറ്റു ലോറി ഡ്രൈവർമാരും, നിങ്ങളെല്ലാം അറിയണം, ഞങ്ങളുടെ ജീവൻ ഒരു വിലയും കൽപ്പിക്കാതാണ് ഞങ്ങൾ ഈ ആംബുലൻസും കൊണ്ട് പായുന്നത്. അതുകൊണ്ട് ആംബുലൻസ് ചുമ്മാ ഓടുന്നവർ കാണുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ ഒരു ജീവൻ ഞങ്ങൾ കൈ പിടിച്ചുകൊണ്ടാണ് ഇത് ഓടിക്കുന്നത്. ഒരു ജീവൻ, ഞങ്ങളുടെ ജീവനോ ഞങ്ങൾക്ക് ദാഹമോ ഞങ്ങളുടെ വേർപ്പോ ഞങ്ങളുടെ അധ്വാനമോ ഞങ്ങളുടെ വിശപ്പോ ഒന്നും ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, നോക്കാൻ പറ്റില്ല. നമുക്കൊരു ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതെ. ഇപ്പം നമ്മളൊരു പേഷ്യന്റിനെ എടുക്കാൻ പോവാ, അപ്പൊ നമുക്ക് ഇതിനകത്ത് ഉറപ്പായിട്ട് നമുക്ക് അലാറം ഇട്ടുകൊണ്ട് പോവാം. ഈ ആംബുലൻസ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസിക സംഘർഷം ഭയങ്കര വലിയ. നമുക്ക് എന്നാന്നറിയോ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ജീവന്റെ വില നമുക്ക് ഏത് വിധത്തിലും ഒരു ജീവൻ നിലനിർത്തുക, അതാണ് നമ്മുടെ ലക്ഷ്യം. മനസ്സിലായി? വെരി സിക്ക് പേഷ്യൻസ് ഒക്കെ വരുവാണെങ്കിൽ ഞാൻ തന്നെയാണ് പോകുന്നത്. അല്ല, ഇതൊരു മനസ്സിലേ അവിടുന്ന് വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു കാരണവശാലും നമ്മൾ സ്ലോ ചെയ്യുവോ ചവിട്ടുവോ ഇല്ല. നമ്മൾ കയറി ചെന്ന് കയറത്തില്ലേ, അത്രേ ഉള്ളൂ, ചെന്ന് കയറത്തേ ഉള്ളൂ. അതാ പറഞ്ഞ് ഇത് ഒരു മയവും കാണിക്കാൻ പറ്റത്തില്ല ഈ വണ്ടിയെ. മനസ്സിലായോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ജീവനാണ്. മനസ്സിലായോ? പക്ഷേ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഈ ആംബുലൻസിന്റെ അലാറം കേട്ടാ സൈഡ് ഒതുക്കി മാറ്റി നിർത്തും, സ്റ്റോപ്പ് ചെയ്തിരിക്കും. നമ്മുടെ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ സംഭവം. ഇല്ല. ഇതിപ്പോ നമ്മൾ അത്രയും റിസ്ക് എടുത്ത് വന്നതുകൊണ്ടാണ് കുറച്ച് പേരെങ്കിലും സൈഡ് തന്നു. അതെ. എന്നിട്ട് തന്നെ ഈ വണ്ടിയുടെ മുന്നിട്ട് കളിക്കുന്നതാണോ? ചെയ്യാൻ പാടില്ല, ചെയ്യരുത്. നമ്മളിപ്പോ ഒരു പേഷ്യന്റ്, നടക്കാൻ പറ്റാത്ത ഒരു പേഷ്യന്റിനെ എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കണം എന്താണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളത്. ഇത് കുഞ്ഞു കളിക്കുന്ന ഒരു വാഹനം അല്ല, കുഞ്ഞു കളിക്കാൻ പറ്റുന്ന ഒരു വാഹനമല്ല. ആ രീതിയിലാണ് ഈ വണ്ടി വരുന്നത്. അതാണ് പ്രശ്നം.